ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം തഹാവൂർ ഹുസൈൻ റാണ ഇന്ത്യയിൽ എത്തിച്ചു. ഈ റാണയുടെ വരവ് ആരെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബാധിക്കുക? റാണയുടെ വരവിൽ ഭയപ്പെടുന്നത് ആരൊക്കെയാണ്? ആരൊക്കെയാണെന്ന് എന്നോട് സ്പെസിഫിക്കലി ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനതിൻ്റെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കഴിയുന്ന ഒരാളല്ല. നമ്മുടെ മുന്നിൽ വരുന്ന ഡീറ്റെയിൽസ് അല്ലാതെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലൊക്കെ ആയിരിക്കും. എനിക്ക് അങ്ങനെയുള്ള ലിങ്കും ഇല്ല ഇത് ഈ പറഞ്ഞിട്ടുള്ള. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം എന്ന് വിളിക്കുക ആ നാളെ ബോംബെയിൽ വന്നിട്ട് നല്ലൊരു ഹൈ പ്രൊഫൈൽ ലൈഫായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഇൻ്റലിജൻസ് അവിടെ പോയി. കാരണം ഇയാൾ പാകിസ്ഥാൻ പട്ടാളത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ജീവിച്ചിരുന്നല്ല, പാകിസ്ഥാൻ ഡോക്ടർ, പാകിസ്ഥാൻ പട്ടാളത്തിലോ പാകിസ്ഥാൻ മിലിറ്ററിയോ പാകിസ്ഥാൻ പൊളിറ്റിക്സോ പാകിസ്ഥാൻ പ്രസോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾ ഇന്ത്യയിൽ വന്നാലും മോണിറ്ററിങ്ങിന് ഇതേയുണ്ട്. ഇപ്പം പ്രശാന്തിന് പാകിസ്ഥാനിൽ പോയിട്ട് വെറുതെ ജന്മഭൂമി ജോലി ചെയ്തല്ലേ ഉള്ളൂ. പ്രശാന്തിന് അവിടെ പാകിസ്ഥാനിൽ പോയിട്ട് കൂളായി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എവിടെ നമ്മുടെ ഇൻ്റലിജൻസ് തകർന്നു? നമ്മൾ കണ്ണെപ്പോഴും വേണ്ടേ. രണ്ടാമത്തെ കാര്യം, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്നത്തെ ഒരു IB ചീഫിൻ്റെ മറ്റേ റിപ്പോർട്ട് ഇൻ്റർവ്യൂ അയച്ചാണ്. അന്നത്തെ പാകിസ്ഥാനി ഇന്ത്യൻ ISIയുടെ ചീഫിൻ്റെ മോൻ കൊച്ചിയിലുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? കൊച്ചിയിലുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാകിസ്ഥാനി ISI ചീഫ് നേരെ ഇന്ത്യയിലെ റോയുടെ ചീഫിനെ വിളിക്കുന്നു. എൻ്റെ മോൻ അവിടെ ഉണ്ടാവാനൊന്നും പറ്റില്ല, പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി. അല്ല, അയാൾ വന്നാൽ ചിലപ്പോൾ ബിസിനസ്സിനോ മറ്റോ ആയിരിക്കും. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇയാളെ മോൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീഫിന് അറിയില്ലായിരുന്നു, നമ്മുടെ ഇൻ്റലിജൻസിന് അറിയാം. നമ്മുടെ ഇൻ്റലിജൻസിന് എന്ത് പറ്റി? അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി വന്ന സമയത്ത് കാങ്ങിനെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോഴത്തെ നമ്മുടെ ഇയാളുടെ ഡോവലിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഇനി രാജീവ് ഗാന്ധിൻ്റെ കാലഘട്ടത്തിൽ ഇൻ്റലിജൻസ് കൺട്രോൾ ചെയ്തിരുന്നത് കാങ്ങായിരുന്നു. അതിന് ഗുണമുണ്ടായി. അന്നാണ് ബലൂചിസ്ഥാനിലൊക്കെ ബോംബ് പൊട്ടി തുടങ്ങിയത്. അന്നാണ് ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയച്ചത്. ശ്രീലങ്കയിൽ നിന്ന് വെലുപ്പുള്ള പ്രഭാനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ സമയത്താണ്. അതൊക്കെ സ്ട്രാറ്റജിക്ക് അന്ന് ചെയ്യേണ്ടായിരുന്നത്. ചൈന എപ്പോഴും അവിടെ എൻട്രൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യനെ പേടിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അവിടെയുള്ള അവരെ കടൽ തീരങ്ങൾ മൊത്തം നമ്മുടെ ആളുകളാണ്, തമിഴന്മാരാണ്. അപ്പോൾ അവരുടെ നേതാവായിരുന്നു വെലുപ്പുള്ള പ്രഭാൻ. അങ്ങനെയാണ് വെലുപ്പുള്ള പ്രഭാനെ അവർ കൊല്ലാൻ വന്ന സമയത്ത്, ജയവർദ്ധനെ കൊല്ലാൻ വന്ന സമയത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. ജയവർദ്ധനെ ഈ പ്രതികാരം മനസ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഈ പ്രതികാരം മനസ്സിൽ വെച്ചിട്ടാണ് രാജീവ് ഗാന്ധിനെ പിന്നെ കൊല്ലിപ്പിച്ചത്. എന്നുവെച്ചാൽ അവിടെ പീസ് കീപ്പിംഗ് മിഷൻ നമ്മളെ പട്ടാളക്കാരെത്തുമ്പോഴേക്ക് ശ്രീലങ്കൻ ഇൻ്റലിജൻസ് വീരം കൊടുക്കുകയാണ് പുലികൾക്ക്. അവന്മാർ വരുന്നുണ്ട് പൊട്ടിച്ചോന്ന് പിടികിട്ടി. പലപ്പോഴും ആളുകൾ ചോദിക്കും നമ്മളവരെ സഹായിച്ചിട്ട് എന്തുകൊണ്ട് ഈ പുലികൾ നമുക്കെതിരായി എന്നുള്ളത്. പുലികളെ ജയവർദ്ധനെ ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ മാർച്ച് പാസ്റ്റിൻ്റെ ഇടയിൽ അടിയിട്ടിരുന്നു. എന്തുകൊണ്ടാണ്? ശ്രീലങ്ക സൈന്യത്തിന് രാജീവ് ഗാന്ധിന് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? വെലുപ്പുള്ള പ്രഭാനം അവർ പിടിക്കാൻ പോയപ്പോൾ രാജീവ് ഗാന്ധിയാണ് രക്ഷപ്പെടുത്തി ഇന്ത്യയെ കൊണ്ടുവന്നത്. പിടികിട്ടി. ഇതൊക്കെ നമ്മളെ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. ഞാൻ അത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ ഞാൻ പോകും. അപ്പം അത് മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഡീസൻറ്റ് വിഷയമായി, ഇത് ജാരന്മാരായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ശ്രീലങ്കയിലുണ്ടായിരുന്നു. അപ്പോൾ കാങ്ങിൻ്റെ ആ സമയത്ത് നമ്മൾ ഇൻ്റലിജൻസ് സ്ട്രോങ് ആയി. പിന്നെ രാജീവ് ഗാന്ധി പോയി പരം വന്ന ആരാ? VP സിംഗ്, ചന്ദ്രശേഖർ അങ്ങേ ദുർബലരാണ്. പിന്നെ അവർക്കൊന്നും ഈ രാജ്യത്തോട് അത്ര വലിയ കൂറുമില്ല. രണ്ടാമത് പിന്നെ വാജ്പേയി വന്നു. വാജ്പേയി ആ നിലവിലുള്ള സിസ്റ്റത്തെ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, അങ്ങനെ കൊണ്ടുപോയിരുന്നുള്ളൂ. പിന്നെ മൻമോഹൻ സിംഗ് വന്നു, അവിടെ സിസ്റ്റത്തിന് മാറ്റം വന്നില്ല. പിന്നെ രാജീവ് ഗാന്ധിൻ്റെ ആ കാലഘട്ടത്തിലേക്കുള്ള നമ്മൾ ഇന്ത്യൻ സംവിധാനം ഇപ്പോൾ പോയിട്ടുള്ള ഇപ്പോഴാണ്. അതിന് കാര്യം എന്താണ്? ഇന്ത്യൻ സംവിധാനത്തിന് ആ രീതിയിൽ സപ്പോർട്ട് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കൽ കളിക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കാൻ നിൽക്കുന്നത്. മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി OA ആണെങ്കിലും IB ആണെങ്കിലും ദേശസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ട്രിക്റ്റ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഡോവലിന് കൊടുത്തിട്ടുണ്ട്. ഡോവലിന് കൊടുത്താൽ മതി, കാങ്ങിന് കൊടുത്താൽ മതി, കാര്യം നടക്കും. നിങ്ങളതിൽ ഇടപെടണ്ട. ഇപ്പോൾ മോഡിക്ക് എത്ര ഇൻ്റലിജൻസ് കാര്യങ്ങൾ അറിയാം. കാരണം മോഡിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ പറ്റി അറിയുന്ന പോലെ ഡോവലിന് ഇന്ത്യയിലെ ഇൻ്റലിജൻസിനെ പറ്റി അറിയാം. അവിടെ ഡോവലാണ് അവിടുത്തെ മോഡി. ഡോവലിനായി കൊടുത്തു കാര്യങ്ങൾ ചെയ്തോ, ഡോവൽ ചെയ്യുമെന്ന് അറിയാം. ഇസ് ക്ലിയർ. UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് എന്തായത്? ഡോവലിനെ മാറ്റി. IB ചീഫായിരുന്ന ഡോവലിനെ വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റും. ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസേഴ്സ് ഇൻ ദ വേൾഡ് as far as intelligence is concerned. Intelligence gathering, information gathering is concerned, espionage is concerned. അപ്പോൾ അദ്ദേഹത്തെ മാറ്റി. അവിടെയാണ് മോഡിയുടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മോഡിൻ്റെ വിയോജിപ്പൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയാണ് ഇത് വിചാരിച്ചിട്ട് ഞാൻ RSS തന്നെ വിചാരിക്കണം വലിയൊരു കാര്യത്താണ്. എന്ന് BJP പറ്റി RSS പറ്റി നല്ലത് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫാൻസ് ഉണ്ട് ഈ സൈബർ ലെവലിൽ. അവർ വിചാരിക്കും എല്ലാ കാലത്തും നമ്മൾ അവരെ പറ്റി നല്ലത് അത് നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അല്ല, നല്ലത് കണ്ടാൽ നല്ല പോയി, മോശം കണ്ടാൽ മോശം എന്ന് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇൻ്റലിജൻസ് ഫെയിലർ ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് ലാവിഷായിട്ട് എടുത്തു. ഒരു ലാവിഷ്നെസ് കാണിച്ചു ഇവർ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന റാണ കൊച്ചിയിലെത്തിയത്.
അപ്പം കാരണം ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്റലിജൻസ് യാത്രകൾ നടത്തേണ്ട IB നടത്തിയിട്ട് എന്ത് ചെയ്യണം, അത് കേരള പോലീസിന് കൈമാറണം. കേരളത്തിൽ ഇന്റലിജൻസ് ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ കേരളത്തിൽ വരുന്നുണ്ട്, അത് നടന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഇല്ല, റാണ കൊച്ചിയിൽ വന്നതൊന്നും മുമ്പ് അറിഞ്ഞിട്ടില്ല. ഈ അറ്റാക്ക് കഴിഞ്ഞാണ് അതിനെക്കുറിച്ചുള്ള റാണ വന്നു. ഇത് IB ചീഫ്, പാകിസ്ഥാൻ ISI IB ചീഫിന്റെ മകൻ ആ സമയത്ത് കൊച്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് അതുൽ സൂദോ അങ്ങനെ ആരോ എന്നാണ് IB ചീഫോ മറ്റായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഡോബലിനെ പറ്റി പറയുന്നത്, ഡോബൽ ഒരു പ്രാപ്പിടിയനാണ്, ഹോക്കിഷ് എന്ന് പറയും, പരുന്തിന്റെ സ്വഭാവമുള്ളതാണ്. ഇവരൊക്കെ വളരെ ഡോവാണ്, പാകിസ്ഥാൻ ഇന്റലിജൻസ് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ വിളിക്കുക ഡോ, പ്രാവ് എന്നാണ്, സമാധാനപ്രിയൻ. ഇദ്ദേഹത്തെ വിളിക്കുന്നത് ഹോക്കിഷ് എന്നാണ്. ഹോക്കിഷ് എന്ന് വെച്ചാൽ പ്രാപ്പിടിയൻ, ഈ രീതിയിൽ വളരെ അറ്റാക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഒരാൾ. അപ്പം അപ്പം ഇയാൾ പലരും അറിയാതെ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബോംബെയിൽ ഇയാൾ ജിമ്മിൽ പോയിരുന്നു, നടക്കാൻ പോയിരുന്നു. ഈ സമയത്തൊക്കെ VIPസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ബിസിനസ് വേൾഡല്ലേ ബോംബെ. അപ്പം പല ആളുകളെയും പരിചയം, സിനിമക്കാരുണ്ടാവും, സ്പോർട്സ് താരങ്ങളുണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും, പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവർക്ക് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഈ ഇൻഫർമേഷൻ ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കേണ്ടത് ആരാണ്? ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് ആണ് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല. അത് അതൊക്കെ തെളിവുണ്ടാവുമല്ലോ. അവഗണിച്ചിട്ട് അവരെ വാദം തെറ്റാണ്, വീഴ്ചയാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ രാഷ്ട്രീയക്കാരെ സിനിമക്കാരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ എൻ്റെ നായനയുടെ കേരളത്തിലെ പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസർ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം റിട്ടയർഡായി. ഇപ്പോൾ അത് എന്നോട് പറഞ്ഞ കാര്യമുണ്ടോ, അദ്ദേഹം പണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പാലക്കാട് നായനാർ ഗസ്റ്റ് ഹൗസിലുണ്ട്. നായനാർ ഗസ്റ്റ് ഹൗസ് ഉണ്ടായ സമയത്ത് ഇദ്ദേഹം നായനാരെ കാണാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ 3-4 ഉടായ്പ ടീം നായനാരെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നായനാരോട് പറഞ്ഞു, സോ ആ വന്നിരിക്കുന്ന ആളുകൾ നിങ്ങളെ പാർട്ടിക്ക് പറ്റിയ ആളുകളല്ല, റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ കിടക്കുന്ന ആളുകളാണ്. നായനാരോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട്, കാരണം നമ്മളെ പിള്ളേർ ഈ വിവരങ്ങളൊക്കെ തന്നു. അന്ന് അവർ ആ പാർട്ടിയിലും ആ സംവിധാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഈ സോഷ്യൽ ബ്രാഞ്ച് അവരുടെ ജോലി ചെയ്യുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഈ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടും രാഷ്ട്രീയക്കാരന്. അത് അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇയാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. അതല്ലാന്നാണെങ്കിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ബിസിനസ്സുകാരൻ വന്ന് ഹീസ് ഫ്രം കാനഡ, നമ്മളവിടെ എപ്പോഴും സായിപ്പ് ഇപ്പോൾ പാകിസ്ഥാനിയോ അറബിയോ ഒക്കെ വന്ന് ആഫ്രിക്കനെ വന്നാലേ നമുക്ക് പ്രശ്നമുള്ളൂ, ചൈനക്കാരനോ. അതല്ലാതെ ഒരു സായിപ്പ് വന്നാൽ നമ്മൾ ഒരു പ്രശ്നമില്ല, നമ്മൾ വളരെ ഹാപ്പിയാണ്. സായിപ്പിനെ വീട്ടിൽ സ്വീകരിക്കാനും സായിപ്പിൻ്റെ നാട്ടിൽ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാളായിട്ട് കമ്പനി കൂടാനൊക്കെ നമ്മൾ വളരെ ഹാപ്പിയാണ്. നമ്മൾ സന്തോഷവാന്മാരാണ്, നമുക്ക് സന്തോഷമാണ്, നമുക്ക് അഭിമാനം. കാലത്ത് റാണ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞു. അതെ, കനേഡിയനാണ്. മറ്റവൻ അല്ല, ഹഡ്ലി അവൻ അമേരിക്കനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എനിക്ക് തോന്നുന്നു ഈ 2 ഇന്റർ സർവീസ് ഇന്റലിജൻസ് CIA ഒരേപോലുള്ള ഏജന്റ് ആകാൻ സാധ്യത. സ്വാഭാവികമായിട്ട് അമേരിക്കൻ സ്ട്രോങ് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടോ അവനൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. പല പരിചയപ്പെടുത്തുന്ന ആളുകൾ അങ്ങനെയാണ്. ഹെഡ്ലിയെ വിട്ടുതരാൻ അവർ തയ്യാറല്ല, പക്ഷെ റാണയെ അവർ വിട്ടു തന്നു. ഹെഡ്ലിയെ സംബന്ധിച്ച് അങ്ങനെ ഹെഡ്ലിയെ വിട്ടു തന്നാൽ ഒരു പക്ഷേ അമേരിക്കൻ ഇന്റലിജൻസിന്റെ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും, അല്ലെങ്കിൽ അമേരിക്കൻ ഇൻവോൾവ്മെന്റ് പുറത്തു വരും എന്നൊരു ഭയം അവർക്കും ഉണ്ട്. അമേരിക്കൻ ഇൻവോൾവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറ്റാക്കിൽ അമേരിക്കൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. പക്ഷേ ഇന്റലിജൻസ് ഗാദറിങ് അടുത്തൊരു സിനിമ തന്നെ വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ എംബസി കേന്ദ്രീകരിച്ചുകൊണ്ട് ഡൽഹി കളിക്കുന്ന കളി. ആ സിനിമ പേര് ഞാൻ പോകുന്നത്, തബു ഒക്കെയാണ് അതിൽ നായികയായിട്ടുള്ള സിനിമ, പേര് ഞാൻ പോകുന്നത്. അത് നടന്ന സംഭവമാണ്. അപ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കും ഇന്റലിജൻസ് ഗാദറിംഗ് എന്നൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഈ സഹോദര രാജ്യങ്ങൾ പരസ്പരം ആയിരിക്കും, അങ്ങനെ നല്ലത്. ഇപ്പോൾ ഇറാൻ പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മളൊരു സഹോദര രാജ്യമാണ്. പക്ഷേ കാശ്മീർ തീവ്രവാദികൾക്ക് ഇറാനിൽ പരിശീലനം കൊടുത്തിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇങ്ങനെ ചില നെറ്റ്വർക്കുകളുണ്ട്, നമ്മൾ ഏറ്റവും വിചാരിക്കാത്ത സ്ഥലത്ത് ചില വിശ്വരൂപം എന്നുള്ള തന്നെ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ പിന്നെ ഫെബ്രുവരി മാസത്തിൽ നടന്ന ഒരു സമ്മേളനത്തിൽ, കാശ്മീരിൻ്റെ വിമോചനം എന്നൊക്കെ ആവശ്യപ്പെട്ട് നടത്തിയ ഒരു സമ്മേളനത്തിൽ ഈ ഹമാസിൻ്റെ ആൾക്കാർ പങ്കെടുത്തു. അവരാദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും അവർ പങ്കെടുത്തിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് പങ്കെടുത്തു. അല്ല, ഹമാസിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഹമാസ് പൊതുവെ നമ്മൾ പലസ്തീൻ അനുകൂലമായി നിലപാടെടുക്കുന്നുണ്ട്. ഇവന്മാരെല്ലാവരും പൊതുവെ ഇന്ത്യനെ അധികം ചോദിയാതെ നോക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹമാസിനെ കൃത്യമായി തള്ളിപ്പോകും. ഹമാസിനെ കൃത്യമായി തള്ളിപ്പോകേണ്ടതാണ്. അത് ഇന്നലെ നാളെ തള്ളിപ്പോകേണ്ട സംഘടനയാണ് ഹമാസ്. കാരണം അവരെ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഭാഗമാണ്. ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ ഖിലാഫത്ത് കഴിയുമ്പോൾ ഇന്ത്യ അതിൽ പെടും. അപ്പം എന്നെയൊക്കെ അവരെ ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് ഈ കെണിയിൽ ചാടിയ ആളുകൾക്ക് പേടിയുണ്ടാവും. അത് രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ബിസിനസ് എല്ലാം ഉണ്ടാവും. അത് അറിയാതെ ആടിപ്പോൾ അയാൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവർക്കൊരു സായിപ്പ് വരുന്നു, സായിപ്പിന് നടന്ന ഒരാൾ വരുന്നു, ഒരുപാട് അവിടെ പിന്നെ എന്താണ്
ഉദാഹരണമായിട്ട് നമ്മൾ ഇയാളെ തന്നെ എടുത്തു നോക്കുക, എന്താണ് നമ്മുടെ സുനക്ക് സിന്ധ് ആ മേഖലയിലല്ല അദ്ദേഹം പോയത്. അവിടുന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ എവിടെ പോകുന്നു? ആഫ്രിക്കയിൽ പോകുന്നു. ആഫ്രിക്കയിൽ നിന്നാണ് അദ്ദേഹം പിന്നെ ബ്രിട്ടനിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവരൊന്നും നമുക്ക് എതിർപ്പില്ല. കാരണം ഒരു യൂറോപ്യൻ രാജ്യമായിട്ട് നമുക്ക് ഇപ്പോൾ ചൈന ആയിട്ടുള്ളതുപോലെ പാകിസ്ഥാനായിട്ടുള്ള പോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിലിറ്റി നമുക്കില്ല, ശത്രുതയും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് യൂറോപ്യൻസിനെ നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. പിന്നെ അവർ പൊതുവേ ഈ പറയുന്ന പ്രശ്നക്കാരല്ല എന്നൊരു ഫീലും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമില്ല. പക്ഷേ ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല ഇയാളുടെ ഇടപെടലുകൾ എന്തെങ്കിലും എന്താണ് അസ്വാഭാവികത തോന്നിയിട്ട് അവരതിൽ സംശയിച്ചില്ലെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.